വെൽക്കം ടു ഹാർവസ്റ്റ് ഓൺലൈൻ. ഇന്നത്തെ ക്രാഷ് കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുവോളജിയിലെ മറ്റൊരു പാർട്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് അനിമൽ ടിഷ്യൂസിനെ പറ്റിയാണ് പറയുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. മറ്റൊരു ഭാഗത്ത് രണ്ടാമത്തെ പാർട്ടിൽ 3 ഓർഗാനിസംസിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡിയാണ്. എർത്ത്-വോമും കോക്രോച്ചും ഫ്രോഗും. അതിൽ ടിഷ്യൂസ് എന്ന ടോപ്പിക്ക് മറ്റ് പല ചാപ്റ്ററിലും അതിൻ്റെ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. എസ്പെഷ്യലി ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ദെൻ അടുത്തൊരു പാർട്ടായിട്ടുള്ള കംപ്ലീറ്റ് ഓർഗാനിസംസിൻ്റെ സ്റ്റഡിയിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കോക്രോച്ച് എന്ന ടോപ്പിക്കാണ്. എർത്ത് വേമിൻ്റെയും ഫ്രോഗിൻ്റെയും കാര്യങ്ങൾ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം നമുക്ക് ഫോക്കസ് ചെയ്യാം. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ ആൻ അനിമൽ ടിഷ്യൂ? What do you mean by an animal tissue? Animal tissue means group of similar cells along with the intercellular matrix that is specialized for the performance of a common function. What do you mean by animal tissue? Group of similar cells along with the intercellular matrix and that is specialized for the performance of a common function. അതാണ് അനിമൽ ടിഷ്യൂ. ഇനി അനിമൽ ടിഷ്യൂസിൽ പ്രധാനമായിട്ടും 4 ടിഷ്യൂസാണുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. നമുക്ക് ഒന്നാമത്താണ് പരിഗണിക്കാം, എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ കേസിൽ 2ആയിട്ട് വേർതിരിച്ചിട്ടുണ്ടല്ലോ. എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ 2ആയിട്ട് വേർതിരിച്ചിട്ടുണ്ടോ? സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. Simple epithelium and compound epithelium. Simple epithelium means single layered epithelium and compound epithelium means multi-layered epithelium. Epithelium means അത് covering or lining. Epithelial tissues cells are tightly packed, ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ എപ്പിത്തീലിയത്തെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വാമസ്, സിമ്പിൾ സ്ക്വാമസ്, ക്യൂബോയിഡൽ, columnar, like squamous on alveoli of lungs and blood vessels, then cuboidal, PCT, proximal convoluted tubule, columnar, stomach and intestine. പിന്നെയാണ് നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം പഠിക്കുന്നത്, അല്ലേ? കോളംനാർ എപ്പിത്തീലിയോ അല്ലെങ്കിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ സർഫസിൽ നിന്ന് സീലിയ റൈസ് ചെയ്യുമ്പോൾ വി കോൾ ഇറ്റ് ഈസ് വാട്ട്? സീലിയേറ്റഡ് എപ്പിത്തീലിയം. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയത്തിൽ മെയിനായിട്ട് 3ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത് സ്ക്വാമസ്, രണ്ടാമത്തേത് ക്യൂബോയിഡൽ, മൂന്നാമത്തേത് കോളംനാർ, നാലാമത്തേതോ സീലിയേറ്റഡ്. ഓക്കെ, സീലിയേറ്റഡ്. ഇനി ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നൊരു കൺസെപ്റ്റ് കൂടി പഠിക്കുന്നുണ്ട്. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഇഫ് ദി കോളംനാർ ഓർ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ദാറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ ദ സെക്രീഷൻ ഓഫ് at that time we call it is glandular epithelium. Unicellular glandular epithelium ഉണ്ട്, multicellular glandular epithelium ഉണ്ട്. Example for unicellular glandular epithelium, that is, it is divided into 2 types. Isolated single cell, based on the number of cells it is 2 types: isolated single cells and also it has a cluster of cells. ഐസൊലേറ്റഡ് സിംഗിൾ സെൽസിന് ഗോബ്ലെറ്റ് സെൽസ് ഓഫ് അലിമെൻ്ററി കനാലും ദെൻ മൾട്ടി സെല്ലുലാർ ആയിട്ട് നമ്മൾ സലൈവറി ഗ്ലാൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത്രയും ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഡയഗ്രമാറ്റിക് വ്യൂ ഉണ്ട്. സ്ക്വാമസിനും ക്യൂബോയിഡലിനും കോളംനാറും സീലിയേറ്റഡും ഗ്ലാൻഡുലാറിൽ അവിടെ നമ്മൾ യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എല്ലാം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡയഗ്രമാറ്റിക് വ്യൂലാണ്. ആ ഡയഗ്രാം നിർബന്ധമായിട്ടും റെഫർ ചെയ്യണം. അത് വേരിയസ് എൻട്രൻസ് എക്സാമിനേഷനിൽ വന്ന ഒരു ഭാഗമാണ്. പിന്നീട് നമ്മൾ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിലേക്കാണ് വന്നത്. കോമ്പൗണ്ട് എപ്പിത്തീലിയം മൾട്ടി ലെയേർഡ് എപ്പിത്തീലിയമാണ്. 2 or more layered epithelium. They have limited role in secretion and absorption and they have a main role in protection.
They protect the body from mechanical and chemical stresses. Okay. പിന്നെ ഇവിടെ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ ഭാഗമായിട്ട് 3 ജംഗ്ഷൻസിനെയും ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ടൈറ്റ് ജംഗ്ഷൻ, then othering junction, then gap junction. Tight junction, othering junction, and gap junction. Okay. So that is the factors about the compound epithelium. They have tight junction, othering junction, and gap junction. Help it to stop leakage of substance. Tight junction ആണ്. Cementing system to keep neighboring cells together. Othering junction. Then finally we get the gap junction. Okay. ഇതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂനെ പറ്റി നമുക്ക് പറയാനുള്ളത്. സിമ്പിൾ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയം, സിമ്പിൾ സ്ക്വാമസ്, സിമ്പിൾ ക്യൂബോയിഡൽ, സിമ്പിൾ കോളംനാർ, then ciliated. Then we have glandular epithelium also, the isolated single cell goblet cells of alimentary canal, and also multicellular salivary glands. And on here, tight junction, othering junction, and gap junction. Okay, compound epithelium means multi-layered epithelium. ഇനി animal tissues രണ്ടാമത്തേതാണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂസിൽ പ്രധാനമായിട്ട് 3 ആളുകളാണ് ഉണ്ടാവുക. ഒന്ന്, കണക്റ്റീവ് ടിഷ്യൂസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടാവും. രണ്ടാമതായിട്ട് ഫൈബേഴ്സ് ഉണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടാകും, ദെൻ ഫൈബേഴ്സ് ഉണ്ടാകും. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്, മാട്രിക്സ് ഉണ്ടാകും, ദെൻ ഫൈബേഴ്സ്. എക്സെപ്റ്റ് ബ്ലഡ്, ഓൾ അതർ connective tissue consists of fibers of structural proteins called collagen or elastin. സാധാരണ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കമ്പോണൻസ് 3 എണ്ണമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടാവും. ആ സെൽസ് നിൽക്കുന്ന സ്പേസ് ആയിട്ടുള്ള മാട്രിക്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ ആ മാട്രിക്സിൽ ഫൈബേഴ്സ് ഉണ്ടാവും. എക്സെപ്റ്റ് ബ്ലഡ്, ഓൾ അതർ കണക്റ്റീവ് ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് ഫൈബേഴ്സ് ഓഫ് സ്ട്രക്ചറൽ പ്രോട്ടീൻ കോൾഡ് കൊളാജൻ ഓർ ഇലാസ്റ്റിൻ. And these fibers provide strength, elasticity, and flexibility. These fibers provide strength, elasticity, and flexibility. So that are the concept regarding the connective tissues. Okay. ഈ കണക്റ്റീവ് ടിഷ്യൂസിൽ പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തേത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. രണ്ടാമത്തേത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ദെൻ മൂന്നാമത്തേത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ആ കണക്റ്റീവ് ടിഷ്യൂസിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിനെയും അതിലുള്ള ഫൈബേഴ്സിനെയും ലൂസായിട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസിൽ ലൂസായിട്ട് അറേഞ്ച് ചെയ്യാം. അവിടെ 2 എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ടല്ലോ, ഏരിയോളാർ ടിഷ്യൂസും adipose tissues. So what are the different types of cells present on areolar tissue? Fibroblast ഉണ്ട്, macrophage ഉണ്ട്, mast cells ഉണ്ട്. Fibroblast, macrophage, mast cells. Fibroblast is able to produce fibers. Then macrophage, mast cells. Adipose tissuesൽ adipocyte-ന്റെ ഡയഗ്രം മാത്രമാണ് NCERT-ൽ ഉള്ളത്. Adipocyte-ന്റെ ഡയഗ്രം മാത്രമാണ്. Adipocyte means fat cell, and that cell is able to store fat. ഓക്കെ, അത് ഫാറ്റിനെ സ്റ്റോർ ചെയ്തിട്ട് ആ ഫാറ്റ് മൊത്തം വന്നിട്ട് അത് അവിടെയുള്ള മോളിക്യൂൾസിനെ അതിനെ ന്യൂക്ലിയസിനെ തള്ളിയിട്ട് അത് പ്ലാസ്മ മെമ്പറിന് തൊട്ട് താഴെയായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ കേസിൽ കാണുന്നത്. സോ ഓൺ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ യു സി areolar tissue and adipose tissue. Dense connective tissuesൽ ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്യാം. നേരത്തെ ലൂസായിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിനെയും ഫൈബേഴ്സിനെയും അറേഞ്ച് ചെയ്തത് എങ്കിൽ ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്യുക, അതാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിൽ 2 ടൈപ്പ് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്, ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. Tendon and ligament are examples for dense regular connective tissue, and the connective tissue which is present near the skin is considered as the dense irregular connective tissue. ഇനി അടുത്തൊരു സെഗ്മെന്റ് നമുക്ക് പറയാനുള്ളത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിൽ പ്രധാനമായിട്ടും 3 ആളുകളുണ്ട്. ഒന്നാമത്തേത്
ബ്ലഡ്, രണ്ടാമത്തേത് ബോൺ, മൂന്നാമത്തേത് കാർട്ടിലേജ്. And these three are blood, bone, cartilage are considered as specialized connective tissue. Blood is a specialized connective tissue, and blood consists of the plasma, then the different types of cells, RBC, WBC, and platelets. Blood fibers illa. Okay. Then bone cartilage. Cartilage simple ആണ്, bone കുറച്ചും കൂടി ഹാർഡ് ആണ്. Cartilage playable ആണ്, bone not playable ആണ്. ഓക്കെ. ഈ എംബ്രിയോണിക് സ്റ്റേജിൽ കാണുന്ന കാർട്ടിലേജസ് ഒക്കെ തന്നെ അഡൽട്ട് ആയിട്ട് മാറുമ്പോൾ ബോൺസ് ആയിട്ട് മാറുന്നു. കോൺട്രോസൈറ്റ് ആണ് കാർട്ടിലേജിന്റെ സെല്ലിനെ വിളിക്കുന്ന പേര്, കോൺട്രോസൈറ്റ് ആണ്. റഫർ ദ ഡയഗ്രാം. കാർട്ടിലേജിൽ കാണുന്ന സെൽസിനെ വിളിക്കുന്ന പേര് കോൺട്രോസൈറ്റ് എന്നാണ്. ബോണിൽ ഓസ്റ്റിയോസൈറ്റ്സ് എന്നാണ്. ആ ഓസ്റ്റിയോസൈറ്റ്സ് കാണുന്ന ആ പെർട്ടിക്കുലർ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ലാക്യുനെ. So this is the concept regarding epithelial tissue and connective tissue. ഇനി നമുക്ക് മൂന്നാമത്തേത് മസ്കുലാർ ടിഷ്യൂ. മസ്കുലാർ ടിഷ്യൂസിൽ പ്രധാനമായിട്ടും മസിലിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ മസിൽ സെല്ലിനെ മനസ്സിലാക്കുന്നു. മസിൽ സെല്ല് ഇലോങ്ങേറ്റഡ് ആണ്, നോർമൽ സെല്ല് മാതിരിയല്ല, അത് ഇലോങ്ങേറ്റഡ് ആണ്. അതിനൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ആൻഡ് ദാറ്റ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് കോൾഡ് ആസ് സാർക്കോലെമ്മ. ഓക്കെ, ഞാൻ അതിനെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യാം. Okay, and they have a cytoplasm called sarcoplasm. Okay, then they have mitochondria and sarcosomes. Okay, then അതിനകത്ത് ER ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെ അതിനകത്ത് കാണുന്ന ഫൈൻ ഫൈബ്രിൽസിനെ വിളിക്കുന്ന പേരാണ് മയോഫൈബ്രിൽസ് അല്ലെങ്കിൽ മയോഫൈബ്രിൽസ്. ഓക്കെ. ഇനി മസ്കുലാർ ടിഷ്യൂസിൽ പ്രധാനമായിട്ടും 3 മസിലിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് സ്കെലിറ്റൽ മസിൽ. ഡയഗ്രാം റെഫർ ചെയ്യണേ. സ്കെലിറ്റൽ മസിൽ. രണ്ടാമത്തേത് സ്മൂത്ത് മസിൽ. മൂന്നാമത്തേത് കാർഡിയാക് മസിൽ. സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, ദെൻ കാർഡിയാക് മസിൽസ്. ഇത് മൂന്നിൻ്റെയും ഡയഗ്രാം NCERT-യിലുണ്ട്. സ്കെലിറ്റൽ മസിൽസ് സിലിണ്ടറിക്കലാണ്, പാരലലാണ്. ഓക്കെ, സിലിണ്ടറിക്കലാണ്, പാരലലാണ്. ദെൻ അൺബ്രാഞ്ചഡ് കണ്ടീഷനാണ്. ദെൻ ആ സ്കെലിറ്റൽ മസിലിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ സ്കെലിറ്റൽ മസിൽ അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഞാൻ പറഞ്ഞത്. സ്ട്രയേറ്റഡ് ആണ്, വോളണ്ടറി മസിൽസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് NCERT പറയുന്നത് ബൈസെപ്സ് ആണ്. രണ്ടാമത്തെ സ്മൂത്ത് മസിൽസ്, അത് ഫ്യൂസിഫോം ആണ്. എന്താണ് ഫ്യൂസിഫോം? ടാപ്പറിംഗ് അറ്റ് ബോത്ത് എൻഡ്സ് അല്ലേ, രണ്ടറ്റവും കൂർത്തിട്ട് നടുഭാഗം ബെല്ലി ടൈപ്പാണ് ഫ്യൂസിഫോം, ടാപ്പറിംഗ് അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, അതാണ് സ്മൂത്ത് മസിൽ, ടാപ്പറിംഗ് അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, ദെൻ അത് ലോങ് ആണ്, അൺബ്രാഞ്ച്ഡ് കണ്ടീഷനാണ്. ആ സ്മൂത്ത് മസിൽസ് ആണ് സ്റ്റൊമക്കിലും അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലും കാണുന്നത്. ദെൻ കാർഡിയാക് മസിൽസ് especially found on the heart, and they are also striated, and they are branched, അതും cylindrical shaped ആണ്. And there is a communication junction between the different types of cardiac cells, and that is known as intercalated disc. So first of all, we take what is actually a muscle cell, then muscular tissue. Skeletal muscle, smooth muscle, cardiac muscle. Based on location, it is attached to the bones. This is on involuntary organs, and this on heart. Mode of appearance, this is striated, this is non-striated, this is striated. And based on function, this is voluntary muscle. It controls voluntary action, and these two are involuntary muscles. And this is about the muscular tissue. In നാലാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ന്യൂറൽ ടിഷ്യൂ ആണ്. ഇത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ന്യൂറൽ ടിഷ്യൂവിൽ പ്രധാനമായിട്ടുള്ളത് ന്യൂറോൺസും ന്യൂറോഗ്ലിയൽ സെൽസുമാണ്. ന്യൂറോൺസ് ആൻഡ് ന്യൂറോഗ്ലിയൽ സെൽസ്.
ന്യൂറോൺസ് ആൻഡ് ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറോൺസ് അതുപോലെ തന്നെ ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറോൺസിൽ പ്രധാനമായിട്ട് 3 ഭാഗമാണുള്ളത്. ഒന്നാമത്തേത് സെൽ ബോഡി, രണ്ടാമത്തേത് ഡെൻഡ്രൈറ്റോ, മൂന്നാമത്തേത് ആക്സോൺ. സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ആക്സോൺ. ആൻഡ് ന്യൂറോഗ്ലിയൽ സെൽസിന്റെ പ്രത്യേകത ദേ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ ന്യൂറോൺ. അപ്പോൾ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യാൻ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾ ന്യൂറോഗ്ലിയൽ സെൽസിനെ പറ്റി ആലോചിക്കരുത്. ന്യൂറോഗ്ലിയൽ സെൽസ് ദേ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ ന്യൂറോൺസ്. ഓക്കെ, ഇതാണ് മെയിൻ കൺസെപ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു 50% നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പ്രധാനമായിട്ട് 4 ടിഷ്യൂസ്. സോ വാട്ട് യു മീൻ ബൈ അനിമൽ ടിഷ്യൂ? Animal tissue means group of similar cells along with the intercellular matrix that is specialized for the performance of a common function. ഇനി പ്രധാനമായിട്ടും 4 ടിഷ്യൂസ് ഉണ്ട്. എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ, ന്യൂറൽ. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ പ്രധാനമായിട്ടും സിമ്പിളൊന്നും കോമ്പൗണ്ട് ഒന്നും വേർതിരിച്ചിട്ടുണ്ട്. സിമ്പിളിൻ്റെ പ്രധാനമായിട്ടും സിമ്പിൾ സ്ക്വാമസ്, സിമ്പിൾ ക്യൂബോയിഡൽ, സിമ്പിൾ കോളംനാർ. Okay, then ciliated. Glandular epithelial, based on the number of cells, it is 2 types, unicellular and multicellular, and also based on the type of mode of pouring of their secretion, it is 2 types, exocrine gland and endocrine gland. പിന്നെ NCERT വരുന്ന ഡയഗ്രാം കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ഡയഗ്രാമാണ്. ദെൻ 3 ജംഗ്ഷൻസ്, ടൈറ്റ്, അദറിങ്, ഗ്യാപ്പ്. ഇനി നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസിലേക്ക് വരികയാണെങ്കിൽ ലൂസിൽ ഏരിയോളാറും അഡിപ്പോസും. ഓക്കെ, ഡെൻസ് റെഗുലർ ഉണ്ട്, ഡെൻസ് ഇറഗുലർ ഉണ്ട്. Tendon and ligament comes under the category of regular, and the ligament comes under the connective tissue near to the skin comes under the category of dense irregular. Specialized blood, അത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ബോണും കാർട്ടിലേജും ഈ ചാപ്റ്ററിൽ പറയുന്നത് പോലെ തന്നെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇനി മസ്കുലാർ ടിഷ്യൂസ് ആണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയക് മസിൽ. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, മോഡ് ഓഫ് അപ്പിയറൻസ് ആൻഡ് വിച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ദേ ഡു, we classify the muscles into 3: skeletal muscle, smooth muscle, cardiac muscle, and finally we get the neural tissue. Neural tissue consists of neurons and neuroglial cells, and neurons conduct impulses, whereas it is a basic unit of nervous system, and these neuroglial cells they support and protect the neurons. Okay, ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗമായ കോക്രോച്ചസിന്റെ പാർട്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് കോക്രോച്ചിൻ്റെ പാർട്ടുകൾ ഡിസ്കസ് ചെയ്യാം. കോക്രോച്ചിൻ്റെ ഈ ഭാഗം 3 സെഷനോട് കൂടിയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് കോക്രോച്ചിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തേത് അതിൻ്റെ മോർഫോളജി, മൂന്നാമത്തേത് അതിൻ്റെ അനാട്ടമി. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റുകൾ: ബ്രൗൺ ഓർ ബ്ലാക്ക് ബോഡീഡ് അനിമൽസ്. ബോഡി കളറാണ് ആദ്യം. ബ്രൗൺ ഓർ ബ്ലാക്ക് ബോഡീഡ് അനിമൽസ്. ഫൈലം ആർത്രോപോഡയാണ്. ക്ലാസ് ഇൻസെക്റ്റ്. ബ്രൈറ്റ് യെല്ലോ കളേർഡായ, റെഡ് ആൻഡ് ഗ്രീൻ കളേർഡായ കോക്രോച്ചസിനെയും കാണുന്നുണ്ട് ട്രോപ്പിക്കൽ റീജിയൻസിൽ. ഓക്കെ, ദെൻ 1/4 inches to 3 inches, 0.6 centimeter to 7.6 centimeter, and they possess long antennae. Okay, flat extension on the upper body wall which conceals the head. നൊക്ടോണൽ ഒംനിവോറസ് ആണ്. NCERTൻ്റെ ലൈൻ ബൈ ലൈൻ ക്യാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ പോവാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ സീരിയസ് പെസ്റ്റ് ആൻഡ് വെക്ടർ ഫോർ സെവറൽ ബാക്ടീരിയൽ ഡിസീസസ്. ഇത്രയാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ബോഡി കളർ, അതിൻ്റെ സൈസ്, ദെൻ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, ഓക്കെ, അതിൻ്റെ ക്യാരക്ടേഴ്സ്. ഇനി നമ്മളതിൻ്റെ മോർഫോളജിയിലാണ്. മോർഫോളജിയിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള സ്പീഷീസ് പെരിപ്ലാനറ്റ് അമേരിക്കാന, 34 to 53 millimeter length. Then wings are present beyond the tip of the abdomen. That is a character of male. അല്ലേ, അവിടെ നമ്മൾ സെക്ഷൽ ഡൈമോർഫിസത്തിൻ്റെ ഒരു ക്യാരക്ടർ പഠിക്കാം. ദി വിങ്സ് ആർ പ്രസന്റ് ബിയോണ്ട് ദി ടിപ്പ് ഓഫ് ദ
അബ്ഡോമൻ ഇൻ മെയിൽസ്. ഓക്കെ, ഇനി മോർഫോളജിയിൽ നമ്മൾ ബോഡി ഡിവിഷൻസ് പറയുന്നുണ്ട്. ബോഡി ഡിവിഷൻസ് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ അനുരഖണ്ഡത്തിൽ പഠിച്ചതുപോലെ തന്നെ ഹെഡ്, ദെൻ തോറാക്സ്, ദെൻ അബ്ഡോമൻ. ഹെഡ്, തോറാക്സ്, അബ്ഡോമൻ. ആൻഡ് ഓവറോൾ ദ ബോഡി ഈസ് കവേർഡ് ബൈ ഹാർഡ് കൈറ്റിനസ് എക്സോസ്കെലിറ്റൻ. അല്ലേ, കൈറ്റിൻ്റെ കളറ് ബ്രൗൺ കളറാണ്. ദെൻ ഈ കൈറ്റിൻ ഓരോ സെഗ്മെന്റിലും പ്ലേറ്റ് രൂപത്തിലാണ് കാണുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്ലിയറൈറ്റ്സ്. ഡോർസലി ടർജൈറ്റ്സ് എന്നും വെൻട്രലി സ്റ്റേർണൈറ്റ്സ് എന്നും. വെൻട്രലി സ്റ്റേർണൈറ്റ്സ് എന്നും. ഓക്കെ, ഇനി നമ്മൾ ഈ മെംബ്രെയിൻസ് പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് തിന്നായ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർട്ടിക്കുലാർ മെംബ്രെയിൻ ഉണ്ട്, ആർത്രോഡിയൽ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ ഈ ഓരോ ഭാഗവും എൻസിയായിട്ട് ഡിഫൈൻ ചെയ്യാം. ഹെഡ് ട്രയാങ്കുലർ ഷേപ്പ്ഡ് ആണ്, ഫ്ലെക്സിബിൾ നെക്ക് വഴി തൊറാക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹെഡിൻ്റെ പാർട്സ് എല്ലാം തന്നെ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സിക്സ് സെഗ്മെന്റ്. ഹെഡ് ക്യാപ്സ്യൂളിൻ്റെ അകത്താണ് ഹെഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കാണുന്നത്. ഹെഡിൽ കോമ്പൗണ്ട് ഐസ് ഉണ്ട്. ഓക്കെ, സിമ്പിൾ ഐ ഉണ്ട്. താഴത്തെ ഡയഗ്രത്തിൽ റെഫർ ചെയ്താൽ മതി. ലൈറ്റ് പെർസെപ്ഷന് വേണ്ടിയിട്ട് ഓസിലസ് ഉണ്ട്, സിമ്പിൾ ഐ ഉണ്ട്. ഹെഡിൻ്റെ ആൻറ്റീരിയർ ഭാഗത്തൊരു സോക്കറ്റ് ഉണ്ട്, അതിനാണ് നമ്മൾ ആൻറ്റിനൽ സോക്കറ്റ് എന്ന് പറയുന്നത്. ആ ആൻറ്റിനൽ സോക്കറ്റിൽ നിന്നും ഫിലിഫോം ടൈപ്പ് ആയിട്ടുള്ള ആൻറ്റിനെ റൈസ് ചെയ്യുന്നുണ്ട്. ആൻറ്റിനെ സെഗ്മെൻറ്റഡ് ആണ്. ഓക്കെ, ദെൻ ഹെഡിൽ നമ്മൾ മൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കട്ടിങ് ആൻഡ് ചൂയിങ് ടൈപ്പ് ഓഫ് ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് പ്രസൻ്റ് ആണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ എവല്യൂഷൻ്റെ ഒരു കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. എവല്യൂഷൻ്റെ ചില എക്സാമ്പിൾസ് പറയുന്നിടത്ത് അല്ലെങ്കിൽ എവല്യൂഷൻ്റെ എവിഡൻസസ് പറയുന്ന ഭാഗത്ത് ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി ഹെഡിൽ മൗത്ത് പാർട്സ് ഉണ്ട് അല്ലേ, നിങ്ങൾ പ്രാക്ടിക്കലെല്ലാം ചെയ്ത പോലെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയ മൗത്ത് പാർട്സ് ലേബ്രം, ലേബിയം, ദെൻ മാൻറ്റിബിളിൽ ഗ്രൈൻഡിങ് ആൻഡ് ഇൻസിസിങ് റീജിയൻ ഡയഗ്രം നോക്കുക. ദെൻ മാക്സിലയിൽ മാക്സിലറി പൾപ്പുണ്ട്, ലേബിയൽ പൾപ്പുണ്ട്, സെൻസ് ഓർഗനായിട്ട് നമുക്ക് പരിഗണിക്കാം. എല്ലാത്തും സറൗണ്ട് ചെയ്തുകൊണ്ട് മീഡിയനായിട്ട് ഒരു ഇന്റേണൽ ഫോൾഡിങ് ഉണ്ട്, ഇന്റേണൽ ഫോൾഡിങ് ഉണ്ട്. അതാണ് ടങ്ങായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ മൗത്ത് പാർട്സ്. ദെൻ നമ്മൾ തൊറാക്സിലേക്ക് വരുന്നു. തൊറാക്സ് ഇസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 3 സെഗ്മെന്റ്സ്. ഏതൊക്കെയാണ്? ഡയഗ്രാം റെഫർ ചെയ്യൂ. പ്രോതൊറാക്സ്, മീസോതൊറാക്സ്, മെറ്റാതൊറാക്സ്. From each thoracic segment, a pair of walking legs are raised. From each thoracic segment, a pair of walking legs are raised. Mesothorax എന്നും മെറ്റാതൊറാക്സ് എന്നും വിങ്സ് ഉണ്ടാകുന്നുണ്ട്, 4 വിങ്സ് അല്ലെങ്കിൽ ടെഗ്മിന. അതിൻ്റെ പ്രോപ്പർട്ടീസും എൻസിആർടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഡാർക്കാണ്, ഒപേക്കാണ്, ലെതറിയാണ്, കാൺ യൂസ്ഡ് ഫോർ ഫ്ലൈറ്റ്. ഓക്കെ, ദെൻ മെറ്റാതൊറാക്സിൻ്റെ അത് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലൈറ്റ്. ഓക്കെ, അത് ട്രാൻസ്പെറൻ്റ് ആണ്, മെമ്പറേനിയസ് ആണ്, അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നു. ആൻഡ് വാട്ട് അബൌട്ട് അബ്ഡോമൻ? അബ്ഡോമൻ ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 10 സെഗ്മെന്റ്. ഈ അബ്ഡോമനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഈ 2 സ്ട്രക്ചേഴ്സ്, ഏനൽ സ്റ്റൈലും അതുപോലെ തന്നെ ബോത്ത് സെക്സസിൽ കാണുന്ന ഈ പാർട്ടും അതുപോലെ തന്നെ മെയിലിൽ മാത്രം കാണുന്ന ഈ പാർട്ടും അബ്ഡോമനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. ഇത്രയാണ് ഈ ഇൻട്രൊഡക്ഷനിലും മോർഫോളജിയിലും നമുക്ക് പറയാനുള്ളത്. കൈറ്റിൻ്റെ കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. കൈറ്റിൻ്റെ കളർ ബ്രൗൺ ആണ്. ദെൻ ഓരോ സെഗ്മെന്റിലും പ്ലേറ്റ് ആയിട്ട് കാണുന്നു. അതാണ് സ്ക്ലിയറൈറ്റ്സ്, ടർജൈറ്റ്സ് ഡോർസലി ആൻഡ് സ്റ്റേർണൈറ്റ്സ് വെൻട്രലി. ഇവയെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ആർട്ടിക്കുലാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ആർത്രോഡിയൽ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. അതിനുശേഷമാണ് നമ്മൾ ഹെഡിൽ നിന്ന് ഹെഡിൻ്റെ ഭാഗം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അവിടെ ലൈറ്റ് പെർസെപ്ഷന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ഐ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഓസിലൈ എന്ന സ്ട്രക്ചേഴ്സും കോമ്പൗണ്ട് ഐനെ പറ്റി നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ആൻറ്റിനൽ സോക്കറ്റിൻ്റെ ആൻറ്റൻ ഉണ്ടാകുന്നു. മൗത്ത് പാർട്സുകൾ അപ്പർ ലിപ്പും ലോവർ ലിപ്പും മാൻറ്റിബിളും മാക്സിലയും ഹൈപ്പോഫാരിങ്സും വിശദീകരിക്കേണ്ടായി. ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ് കോക്രോച്ചിൻ്റെ കേസിൽ പ്രസൻ്റ് ആയത്.
ദെൻ തൊറാക്സ്, പ്രോതൊറാക്സ്, മീസോതൊറാക്സ്, മെറ്റാതൊറാക്സ്, വാക്കിംഗ് ലെഗ്സിൻ്റെയും അതുപോലെ തന്നെ വിങ്സിൻ്റെയും കാര്യം പറഞ്ഞു. വിങ്സിൻ്റെ പ്രോപ്പർട്ടീസ് പ്രത്യേകം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ അബ്ഡമൻ ഇസ് ഫോംഡ് ബൈ 10 സെഗ്മെൻറ്റ്സ്. ഏനൽ സ്റ്റൈൽ മെയിലിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നും ബോത്ത് സെക്സസിൽ മെയിലും ഫീമെയിലും കാണുന്ന സ്ട്രക്ചറാണിതെന്നും ഇതിന് കൂടുതൽ റോള് വരുന്നത് അതിൻ്റെ സെൻസ് ഓർഗൻസ് എന്ന ആക്സെപ്റ്റിലാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അതിൻ്റെ കോക്രോച്ചിൻ്റെ അനാട്ടമിയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അനാട്ടമിയിൽ ഓരോ ഡയഗ്രം നമുക്ക് റെഫർ ചെയ്യാണ്ട് ആദ്യം നമുക്ക് അനാട്ടമിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും രണ്ടാളുകളാണല്ലോ കാണുന്നത്, അലിമെൻ്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻസും. അലിമെൻ്ററി കനാൽ ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ്. ഡയഗ്രം റെഫർ ചെയ്താൽ സലൈവറി ഗ്ലാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡിലേക്ക് നമുക്ക് സലൈവറി ഗ്ലാൻഡിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പിന്നെ വരുന്ന ഭാഗം ഏതാണ്? അലിമെൻ്ററി കനാലാണ്. ദെൻ മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്. അലിമെൻ്ററി കനാലിൻ്റെ 3 ഭാഗമായിട്ട് വേർതിരിച്ചല്ലോ, ഫോർഗട്ട്, മിഡ് ഗട്ട്, ഹൈൻ ഗട്ട് അല്ലേ? മൗത്ത്, ദെൻ ഫാരിങ്സ്, ഈസോഫാഗസ്, ദെൻ ക്രോപ്പ്, സാക്കിലൈക്ക് സ്ട്രക്ചർ കോൾഡ് ക്രോപ്പ്. ഗിസാർഡിനെ വിളിച്ച മറ്റൊരു പേരാണ് പ്രോവെൻട്രിക്കുലസ്. ഗിസാർഡിന്റെ ഫംഗ്ഷൻ ഗ്രൈൻഡിങ് ഓഫ് ദ ഫുഡ് പാർട്ടിക്കിൾസ് ആണ്. അവിടെയാണല്ലോ ടീത്ത് പ്രസന്റ് ആയത്. അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഫോർഗട്ട് ആൻഡ് മിഡ് ഗട്ട് 6 to 8 blind tubules called hepatic CK which secrete digestive juices. Okay, then മിഡ് ഗട്ട് അല്ലെങ്കിൽ മീസെൻട്രോൺ അല്ലെങ്കിൽ വെൻട്രിക്കുലസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ ഒരു മിഡ് ഗട്ടിൻ്റെയും ഇനി വരുന്ന 3ാമത്തെ ഭാഗത്തിൻ്റെയും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ 150 യെല്ലോ കളേർഡ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് പ്രസൻ്റ് ആണ്. 150 യെല്ലോ കളേർഡ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് പ്രസൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്ക്രീഷൻ. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് നമുക്കതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ശേഷം അതിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം ഡിസ്കസ് ചെയ്യാം. സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം റെഫർ ചെയ്യൂ. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഹാർട്ടാണ് കാണുന്നത്. 13 ചേംബർ ഹാർട്ട് അല്ലേ? ആൻറ്റീരിയർ ചേംബർ മാത്രമാണ് ഓപ്പൺ, ബാക്കിയുള്ള ചേംബറും ക്ലോസ്ഡ് ആണ്. ബ്ലഡ് ഫസ്റ്റ് ചേംബർ വഴി, ആൻറ്റീരിയർ ചേംബർ വഴി, അയോട്ട വഴി പുറത്തേക്ക് പോകണം അല്ലേ? ഓരോ ചേംബറിലേക്കും ഈ ഒരു സ്പേസിൽ നിന്ന്, ഹാർട്ടിൻ്റെ സൈഡിലുള്ള സ്പേസിൽ നിന്ന് ബ്ലഡ് കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഓപ്പണിങ്സ് ഉണ്ട്, ഓസ്റ്റി ഉണ്ട്. അതുവഴി ബ്ലഡ് കയറി കഴിഞ്ഞാൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഫാൻ ഷേപ്പ്ഡ് മസിൽസ്, അല്ലാറി മസിൽസിൻ്റെ സഹായത്തോടു കൂടി ബ്ലഡ് മുകളിലേക്ക് പമ്പ് ചെയ്തു പോകുന്നു. അങ്ങനെ ഫസ്റ്റ് ചേംബർ വഴി ബ്ലഡ് പുറത്തേക്ക് പോകുന്നു. ആ ഒരു കൺസെപ്റ്റാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പറയാനുള്ളത്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം നേരത്തെ നിങ്ങൾ അനിമൽ കിങ്ഡത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ആ ചാപ്റ്റർ മനസ്സിലാക്കിയിട്ടുണ്ട്. ട്രക്കിയൽ റെസ്പിറേഷൻ ആണ്. നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് കോൾഡ് ട്രക്കിയൽ ട്യൂബ്സ്. ദാറ്റ് മീൻസ് ട്രക്കിയ ഡിവൈഡഡ് ഇൻ ടു ട്രക്കിയോൾസ്. ട്രക്കിയോൾസ് ആണ് സെൽസിൽ അവസാനിക്കുന്നത്. അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നത് ട്രക്കിയോൾസും സെൽസും തമ്മിലാണ്. ഒബ്ജക്റ്റീവ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ, എന്ത് അഡ്വാൻറ്റേജ് ആണ് കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനുള്ളത്? കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ റെസ്പിറേറ്ററി പിഗ്മെൻറ്റിൻ്റെ റോളില്ല. ഇപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ റെസ്പിറേറ്ററി പിഗ്മെൻറ്റിൻ്റെ റോൾ ഉണ്ടല്ലോ. ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും. അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത് ട്രക്കിയോൾസും സെൽസും തമ്മിലാണ്. സിമ്പിൾ ഡിഫ്യൂഷനാണ് അവിടുത്തെ പ്രോഗ്രാം. ഇനി അടുത്തായിട്ട് എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് പറയുന്നത്. എക്സ്ക്രീറ്ററി സിസ്റ്റം മിഡ് ഗട്ടിൻ്റെയും ഹൈൻ ഗട്ടിൻ്റെയും ഇടയിലായിട്ട് കാണുന്ന 150 യെല്ലോ കളേർഡ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്ക്രീഷൻ. കോക്രോച്ച് യൂറിക്കോടെലിക്കാണ്. ഓക്കെ, നൈട്രോജൻസ് വേസ്റ്റ് മെറ്റീരിയൽസ് യൂറിക് ആസിഡായിട്ട് മാറുന്നു. ഹൈൻ ഗട്ട് വഴി അതിനെ റിമൂവ് ചെയ്യുന്നു. ഇൻ അഡീഷൻ ടു മാൽപീജിയൻ ട്യൂബ്യൂൾസ്, നെഫ്രോസൈറ്റ്, യൂറിക്കോസ് ഗ്ലാൻഡ്, ഫാറ്റ് ബോഡി, ക്യൂട്ടിക്കിൾ ആർ ഓൾസോ ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ. ഇൻ അഡീഷൻ ടു Malpighian tubules, nephrocyte, uricose gland, fat body or also helps in excretion.
ദാറ്റ് അബൌട്ട് ദി എക്സ്ക്രീറ്ററി സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ് പഠിക്കുന്നത്. നെർവസ് സിസ്റ്റത്തിൽ നേവ് റിംഗ് ഉണ്ട്. ദെൻ നേവ് റിംഗ് ഫോം ചെയ്യുന്നു. നേവ് റിംഗ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ, സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ, സർക്കം ഈസോഫാജിയൽ കമ്മീഷൻ അല്ലേ? സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ, ദ ഗാംഗ്ലിയോൺ വിച്ച് ഇസ് ലൊക്കേറ്റഡ് അബൌവ് ദ ഈസോഫാഗസ്. സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ, okay, below the esophagus. Then circumesophageal commission. Supraesophageal ganglion is considered as the brain. Okay, subesophageal ganglion നിന്നാണ് nerve cord ഉണ്ടാക്കുന്നത്. ആ nerve cordലും ganglions കാണുന്നുണ്ട്. 3 ganglions are lying in the thorax and 6 ganglions are lying in the abdomen. അതുകൊണ്ടാണല്ലോ കോക്രോച്ചിന്റെ ഹെഡ് കട്ട് ചെയ്താലും കോക്രോച്ച് എക്സിസ്റ്റ് ചെയ്യുമെന്ന് NCERT പറയുന്നത്. കാരണം ഹെഡ് possesses a bit of nervous system while the rest of the nervous system is present along the ventral side of the body of the cockroach. I mean belly side of the body of the cockroach. Okay, പിന്നെ സെൻസ് ഓർഗന് ശേഷം സെൻസ് ഓർഗനും എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ രണ്ട് ഭാഗവും ഈ ഒരു ഏരിയ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട് വിത്ത് ഡയഗ്രാം. ആ ഡയഗ്രാം നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ ആ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കൂ. 4, 5, 6 അബ്ഡമൻ്റെ 4, 5, 6 സെഗ്മെൻറ്റിൻ്റെ സൈഡിലായിട്ട് പെയർഡ് ആയിട്ടുള്ള ടെസ്റ്റിസ് ഉണ്ട്. ആ ടെസ്റ്റിസിനകത്ത് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ട്. അത് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്പേം ഒഴുകുന്നതാണ് വാസ് ഡിഫറൻസ്. 2 വാസ് ഡിഫറൻസും കൂടി കൂടിയിട്ട് ഇജാക്കുലേറ്ററി ഡെക്റ്റ് ആയിട്ട് മാറുന്നു. അവിടെ ആ 2 വാസ് ഡിഫറൻസ് കൂടി ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനിലാണ് ഒരു ഗ്ലാൻഡ് ഉള്ളത്, സെമിനൽ വെസിക്കിൾ അല്ലേ? ആ സെമിനൽ വെസിക്കിളിൻ്റെ അകത്താണ് സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ്, സ്പെർമാറ്റോപോർസ് അല്ലേ? പിന്നെ ലോങ് ട്യൂബിൻ്റെയും ഷോർട്ട് ട്യൂബിൻ്റെയും രൂപത്തിൽ അവിടെ കാണിച്ചിട്ടുള്ള ഗ്ലാൻഡ് മഷ്റൂം ഷേപ്പ്ഡ് ഗ്ലാൻഡാണ്. മഷ്റൂം ഷേപ്പ്ഡ് ഗ്ലാൻഡ് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഫാലിക് ഗ്ലാൻഡ് അവിടെ കാണിക്കുന്നുണ്ട്. ആ ഫാലിക് ഗ്ലാൻഡ് ഡെക്റ്റാണ് ഈ ഇജാക്കുലർ ഡെക്റ്റിന് തൊട്ടടുത്ത് കാണുന്ന ഡെക്റ്റ്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ജെനിറ്റേലിയയായിട്ട് എക്സ്റ്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫെലോമിയറിനെയാണ്. അത് റൈറ്റ് ഫെലോമിയർ ഉണ്ട്, ലെഫ്റ്റ് ഫെലോമിയർ ഉണ്ട്, വെൻട്രൽ ഫെലോമിയർ ഉണ്ട്. ലെഫ്റ്റ് ഫെലോമിയറിൽ 2 കോപ്പുലേറ്ററി ഓർഗൻസ് ഉണ്ട്, പിറ്റ്യുലേറ്ററും സൂഡോപിനിസും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 to 6 2 ലാർജ് ഓവറീസ് ആണ്. ഓക്കെ, ആൻഡ് ഈച്ച് ഓവറി consist of 8 ovarian tubules or ovarioles containing a chain of developing ova. അല്ലേ? ആ ഓവം ഒഴുകുന്നതാണ് ഓവിഡക്റ്റ്. 2 ഓവിഡക്റ്റ് കൂടിയിട്ട് ഒന്നായിട്ട് മാറുന്നു. അതാണ് കോമൺ ഓവിഡക്റ്റ് അല്ലെങ്കിൽ വജൈന. അത് ജനൈറ്റൽ പൗച്ചിലേക്ക്, ജനൈറ്റൽ ചേംബറിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ദെൻ സ്പേമും ആ ഒരു കോപ്പുലേഷനിലൂടെ അല്ലെങ്കിൽ ഇൻട്രാക്ഷനിലൂടെ സ്പേമും ഫീമെയിൽ കോക്രോച്ചിൻ്റെ ബോഡിക്കകത്തേക്ക് എത്തുന്നു. ദെൻ അവിടെ എഗ്ഗ് ഫോം ചെയ്യുന്നു. ആ എഗ്ഗിനെ ചുറ്റിയിട്ട് ഡാർക്ക് റെഡിഷ് ടു ബ്ലാക്കിഷ് ബ്രൗൺ ക്യാപ്സൂൾ ഉണ്ടാകുന്നു. ഊത്തിക്ക 8 millimeter ലോങ്. എല്ലാം NCERTയിലുള്ള കൺസെപ്റ്റ് തന്നെയാണ്. അതാണ് ഒരു സൂട്ടബിൾ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സർഫസിൽ കോക്രോച്ച് ലേ ചെയ്യുന്നത്. 9 to 10 ഊത്തിക്ക വിച്ച് കൺസിസ്റ്റ് ഓഫ് 14 to 16 എഗ്സ്. പിന്നെ കോക്രോച്ചിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് അവിടെ പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് പറയുന്നുണ്ട്. കോക്രോച്ചിൻ്റെ ഡെവലപ്മെൻറ്റ് ഗ്രാജുവലാണ്. 13 മോൾട്ടിങ് കഴിയണം. പോറോ മെറ്റാബുലസ്, ഗ്രാജുവൽ മെറ്റാബുലസ് 13 മോൾട്ടിങ് കഴിയണം. ഓക്കെ, എങ്കിൽ മാത്രമേ അഡൽട്ട് കോക്രോച്ച് ആയിട്ട് മാറുള്ളൂ. അഡൽട്ട് കോക്രോച്ചിൻ്റെ പ്രോപ്പർട്ടിയാണ് വിങ്സ് ഉള്ളത് എന്നുള്ളത്. അല്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള നിംഫൽ സ്റ്റേജിന്, ബ്ലാക്ക് ആൻറ്റിനെ പോലെയുള്ള കറുത്ത ഉറുമ്പിനെ പോലെയുള്ള നിംഫൽ സ്റ്റേജിന് വിങ്സ് പ്രസൻ്റ് അല്ല. ഇങ്ങനെയാണ് കോക്രോച്ചിൻ്റെ ഒരു അനാറ്റമിയെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം കോക്രോച്ചിൻ്റെ ഇൻട്രൊഡക്ഷനിൽ അതിൻ്റെ ബോഡി സൈസും അതിൻ്റെ ബോഡി കളറും അതിൻ്റെ ക്യാരക്ടേഴ്സും അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും റെപ്രസെൻ്റ് ചെയ്തു. മോർഫോളജി നമ്മൾ മെയിനായിട്ടും അതിൻ്റെ കൈറ്റിനസ് എക്സോസ്കെലറ്റൻ്റെ കൺസെപ്റ്റും സ്ക്ലീറൈറ്റ്സും ടെർജൈറ്റ്സ് സ്റ്റേർണൈറ്റ്സ് ആർട്ടിക്കുലാർ മെമ്പറൈൻ ആർത്രോഡിയൽ മെമ്പറൈൻ ഈ കൺസെപ്റ്റുകളാണ് പറഞ്ഞത്. നമ്മൾക്ക് പഠിക്കുന്ന സ്പീഷീസ് പെരിപ്ലാനറ്റ് അമേരിക്കാനയാണ്. ദെൻ ബോഡി ഡിവിഷൻസ് പറഞ്ഞു. ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. ഹെഡ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 6 segments. തൊറാക്സ് 3 segment ആണ്. പ്രോ, മീസോ, മെറ്റ.
അബ്ഡോമൻ 10 സെഗ്മെന്റ് ആണ്. ഹെഡിൽ മൗത്ത് പാർട്സ് പ്രത്യേകം പഠിക്കേണ്ടതാണ്. ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പ് മൗത്ത് പാർട്സ്: ലേബ്രം, ലേബിയം, മാൻഡിബിൾ, മാക്സിലെ ആൻഡ് ഹൈപ്പോഫാരിങ്സ്. ഓക്കെ, ദെൻ മെയിലിനെ തിരിച്ചറിയുന്നതും അതുപോലെ തന്നെ 2 സെക്സിലും അടങ്ങിയ ഈ ഓർഗൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ അവിടെ സെൻസ് ഓർഗനെ പരിചയപ്പെടുത്തുന്നതും. ദെൻ അനാട്ടമിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഫോർഗട്ട്, മിഡ് ഗട്ട്, ഹൈൻഗട്ട്. 2 ജംഗ്ഷൻ ആലോചിക്കുക. ഹെപ്പാറ്റിക് CK ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്ത് 150 യെല്ലോ കളേർഡ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഉണ്ട്. ദെൻ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ഹാർട്ടിൻ്റെ കാര്യം 13 ചേമ്പേഴ്സ് ആണ്. ഫസ്റ്റ് ചേമ്പർ ആൻറ്റീരിയർ അയോട്ട, ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട അലാറി മസിൽസിൻ്റെ കൺസെപ്റ്റുകളെല്ലാം തന്നെ. റെസ്പിറേറ്ററി സിസ്റ്റം മറ്റ് പല ചാപ്റ്ററിലും നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ട്രക്കിയൽ റെസ്പിറേഷനാണ്. അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നത് ട്രക്കിയോൾസും സെൽസും തമ്മിലാണ്. ഡിഫ്യൂഷനാണ് അവിടെയുള്ള ഫിസിക്കൽ ഫിനോമിന. എക്സ്ക്രീറ്ററി സിസ്റ്റം മാൽപീജിയൻ ട്യൂബിൾസ് ആണ്. യൂറിക്കോട്ടിലേക്കാണ്. ഓക്കെ, യൂറിക്കോട്ടിലേക്കാണ്. ഇൻ അഡീഷൻ ടു മാൽപീജിയൻ ട്യൂബിൾസ്, നെഫ്രോസൈറ്റ്, യൂറിക്കോസ് ഗ്ലാൻഡ്, ഫാറ്റ് ബോഡി ഓർ ഓൾസോ ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. ദെൻ nervous സിസ്റ്റം, nerve ring ഉണ്ട്, nerve cord ഉണ്ട്. nerve ring supra esophageal ganglion, sub esophageal ganglion, circumesophageal commission. അതാണ് nerve ringൽ വരുന്നത്. സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ എന്ന nerve cord ഉണ്ടാകുന്നു. ആ nerve cordലും ഗാംഗ്ലിയോൺസ് പ്രസന്റ് ആണ്. 3 ganglions are lying in the thorax and 6 ganglions are lying in the abdomen. Male reproductive system, female reproductive system with the help of diagram ഞങ്ങൾ ക്യാച്ച് ചെയ്യുക. അതിന് കൺസെപ്റ്റ് എല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തത് ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യ പാർട്ടിലുള്ള അനിമൽ ടിഷ്യൂസിനെ പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലുള്ള മോർഫോളജി, അനാട്ടമി കൺസെപ്റ്റാണ്. ഇനി ഈ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് ഡയഗ്രാംസ് എല്ലാം ക്യാച്ച് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ സെഷനാണ്. ആ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ പാർട്ടിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ന്യൂറൽ ടിഷ്യൂ? വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ന്യൂറൽ ടിഷ്യൂ? ഒന്നാമത്തെ ഓപ്ഷൻ എക്സൈറ്റബിലിറ്റി, കണ്ടക്ടിവിറ്റി, കോൺട്രാക്റ്റിലിറ്റി, ബോത്ത് A and B, both B and C. Which is not a feature of neural tissue? Excitability. Neural tissue is excitable. എക്സൈറ്റബിൾ, ഓട്ടോ എക്സൈറ്റബിൾ. ഹാർട്ടിൻ്റെ കേസിൽ നിങ്ങൾ ഓട്ടോ എക്സൈറ്റബിൾ എന്നൊരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സൈറ്റബിലിറ്റി എന്ന പ്രോപ്പർട്ടി ന്യൂറൽ ടിഷ്യൂസിന് ബന്ധപ്പെട്ടതാണ്. കണ്ടക്ടിവിറ്റി, കണ്ടക്ട് ചെയ്യുന്നു, ഇമ്പൾസസിനെ കണ്ടക്ട് ചെയ്യുന്നു. ദേ ഡിറ്റക്ട് ദ സ്റ്റിമുലസ്, they receive the stimulus and they transmit the stimulus. Okay, neural control and coordination നിങ്ങൾ പഠിക്കുന്നുണ്ട്. They dictate the stimuli and they receive the stimuli and they transmit the stimulus. Okay, അപ്പോൾ കണ്ടക്ടിവിറ്റിയും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. Then contractility. Contractility is a property related to muscle, not a neuron. Okay, contractility is a property related to muscle, not a neuron. That's why the answer is option C. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ന്യൂറൽ ടിഷ്യൂ, ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ PCT ഓഫ് കിഡ്നി ട്യൂബ്യൂൾസ് ആർ ലൈൻഡ് വിത്ത്. PCT ഓഫ് കിഡ്നി ട്യൂബ്യൂൾസ് ആർ ലൈൻഡ് വിത്ത്. വാട്ട് ഈസ് PCT? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ കിഡ്നിയുടെ ആ ഒരു ഫിസിയോളജിക്ക് ശേഷം, ഐ മീൻ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ, ആ ഒരു കൺസെപ്റ്റിന് ശേഷം നമ്മൾ PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിനെ പറ്റി പഠിക്കുന്നുണ്ട്. അവിടെ 70-80% ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, ദെൻ മോസ്റ്റ് ഓഫ് ദ ന്യൂട്രിയൻസ് ആർ റീഅബ്സോർബ്ഡ് ഇൻ ദ PCT എന്നാണ് പറയുന്നത്. അതിന് കാരണം അവിടെ ബ്രഷ് ബോർഡേഡ് ആയിട്ടുള്ള ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട് എന്നുള്ളതാണ്. ബ്രഷ് ബോർഡേഡായ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ NCERT-ന്റെ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പേജ് റെഫർ ചെയ്താൽ ആ കാര്യം, കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ്സ് വൈ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ക്യൂബോയിഡൽ സെൽസ് വിത്ത് മൈക്രോവില്ലൈ. ബ്രഷ് ബോർഡേഡ്
ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ്. മറ്റു ഓപ്ഷൻസും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ കോളുംനാർ എപ്പിത്തീലിയം, സിമ്പിൾ സ്ക്വാമസ്, സ്ട്രാറ്റിഫൈഡ്. വാട്ട് യു മീൻ ബൈ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം? സ്ട്രാറ്റിഫൈഡ് മീൻസ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ആർ പോറോമെറ്റാബോലിസ്? ഗ്രാജ്വൽ പ്രോസസ്സിങ്ങിന്, ഗ്രാജ്വൽ ഡെവലപ്മെൻറ്റിന് വിധേയമാകുന്നത് അവിടെ ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എർത്തുവോം, ബി കോക്രോച്ച്, സി ഫ്രോഗ്, ബോത്ത് എ ആൻഡ് ബി ആൻഡ് ബോത്ത് ബി ആൻഡ് സി. നോക്കൂ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കോക്രോച്ച് ആണ് അവിടെ ആൻസർ. ബി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. ആ ഒരു ഗ്രാജ്വൽ കൺവേർഷന് വിധേയമാകുന്ന കൺസെപ്റ്റ് നമ്മൾ കോക്രോച്ചസിൻ്റെ കേസിലേ പഠിക്കുന്നുള്ളൂ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഓർ ആർ നോട്ട് എ ഫീച്ചേഴ്സ് ഓഫ് കോക്രോച്ച്? നോട്ട് എ ഫീച്ചേഴ്സ് ഓഫ് കോക്രോച്ച്, കോക്രോച്ചിൻ്റെ ഫീച്ചർ അല്ലാത്തത് മൊണീഷ്യസ്നെസ്, യൂറിയോട്ടലിസം, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, കളർലെസ് ബ്ലഡ്. മൊണീഷ്യസ്, കോക്രോച്ച് ഡയീഷ്യസ് അല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം രണ്ട് പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. യൂറിയോട്ടലിസം അല്ല, ഞാൻ നേരത്തെ വീഡിയോ സെഗ്മെൻറ്റിൽ നിങ്ങളോട് പറഞ്ഞു, അത് യൂറിക്കോട്ടലിസമാണ് അല്ലേ? മൽപിജിയൻ ട്യൂബ്യൂൾസ് ദേ കൺവേർട്ട് ദ നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ ടു യൂറിക് ആസിഡ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഓക്കെ, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, കളർലെസ് ബ്ലഡ് ഓക്കെ, അതെല്ലാം കറക്റ്റാണ്. ദെർഫോർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ. Spermatheca is present in male cockroach. Spermatheca is present in male cockroach. നമ്മുടെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സ്പെർമാത്തീക്ക 6th സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫീമെയിൽ കോക്രോച്ചിലാണ് വരുന്നത്. ദെൻ there are 10 pairs of spiracles in cockroach. കോക്രോച്ചിൻ്റെ കേസിൽ നമ്മൾ ആ കോക്രോച്ചിൻ്റെ ആ ഒരു റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, കോക്രോച്ചിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രെക്കിയനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ട്രെക്കിയയിൽ റിങ്സ് ഉണ്ട് അല്ലേ? ട്രെക്കിയൽ റിങ്സ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ആയ കാർട്ടിലേജസ് റിങ്സ് ഉണ്ട്, ട്രെക്യൂൾസ് ഉണ്ട്, സെൽസ് ഉണ്ട്. നൗ ദിസ് ഈസ് ദി സ്പൈറക്കിൾസ്. അപ്പോൾ അവിടെ NCERT പറയുന്നത് 10 pairs of spiracles are present, 2 pairs in the thorax and remaining 8 pairs in the abdomen. 2 pairs of spiracles are seen in the thorax and remaining 8 pairs in the abdomen. Then renal portal veins start from kidney of frog. അത് നമ്മുടെ ഫ്രോഗിൻ്റെ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ എക്സ്ക്രീഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ദെൻ മെയിൽ ഗൊണാപ്പോഫൈസിസ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ ഫിലോമിയർ. മെയിൽ ഗൊണാപ്പോഫൈസിസ് ഈസ് ആൻ എസിമെട്രിക് സ്ട്രക്ചർ ഇൻ കോക്രോച്ച്. എസിമെട്രിക് സ്ട്രക്ചർ തന്നെയാണ്. അവിടെ രണ്ടാമത്തെയും അതുപോലെ തന്നെ നാലാമത്തെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. ദർ ആർ 10 pairs of spiracles in cockroach എന്നതും മെയിൽ ഗൊണാപ്പോഫൈസിസ് ഈസ് ആൻ എസിമെട്രിക് സ്ട്രക്ചേഴ്സ് ഇൻ കോക്രോച്ച് എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓർഗൻ ഇൻ earthworm can't occur in 6th segment of earthworm. earthwormൻ്റെ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ അനിമൽ കിണത്തിൽ മനസ്സിലാക്കിയതാണ്. നമ്മുടെ സിലബസിൻ്റെ ഒരു ബൗണ്ടറിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ഏരിയ കൂടിയാണത്. അവിടെ ബ്ലഡ് ഗ്ലാൻഡും സ്പെർമാത്തീക്കയും ഫാരീജിയൽ നെഫ്രീഡിയയും ഗിസാർഡും ഇൻറ്റഗ്മെൻ്ററി നെഫ്രീഡിയ എല്ലാം പറയുന്നുണ്ട്. സോ വിച്ച് ഓർഗൻ ഇൻ എർത്ത്-വർം കാൺ ഒക്കർ ഇൻ 6th segment ഓഫ് എർത്ത്-വർം? ഗിസാർഡാണ്. 8 to 9 ആണ് ഗിസാർഡ്. 9 to 14 സ്റ്റൊമക്കാണ്. 8 to 9 ആണ്. ക്വസ്റ്റ്യനിൽ കാൺ ഒക്കർ ഇൻ 6th segment എന്നല്ലേ പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗിസാർഡാണ്. 8 to 9 ആണ് ഗിസാർഡ്. ഗ്രൈൻഡിങ് ഓഫ് ദ ഫുഡ് പാർട്ടിക്കിൾസ്. ഗിസാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചൊരു പുതിയ വേർഡല്ലല്ലോ. കാരണം നിങ്ങൾ നേരത്തെ നമ്മുടെ
കോക്രോച്ചിൻ്റെ ഭാഗത്തും ഗിസാർഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എർത്ത് ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓർഗൻസ് ആൻഡ് ദെയർ പൊസിഷൻ ഇൻ അബ്ഡോമിനൽ സെഗ്മെന്റ് ഓഫ് കോക്രോച്ച് ഈസ് ഗിവൺ. ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ചിങ് ഐറ്റം. നോക്കൂ, ദ ഓർഗൻസ് ആൻഡ് ദെയർ പൊസിഷൻ in abdominal segment of cockroach is given. Find out the mismatching item. Testis, accessory male reproductive gland, spermatheca, ovaries, mushroom shaped gland. Okay, testis അവർ പറയുന്നത് 4 to 6 എന്നുള്ളതാണ്. 4, 5, 6 അല്ലെ, 4, 5, 6 സെഗ്മെന്റുകളുടെ സൈഡിലായിട്ട് തന്നെയല്ലേ ടെസ്റ്റിസിനെ കാണുന്നത്. ആക്സസറി മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്, അവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സെമിനൽ വെസിക്കിളും സെമിനൽ വെസിക്കിൾ, അതുപോലെ തന്നെ മഷ്റൂം. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് ആയിട്ട് പറയുന്നത് മഷ്റൂം ഗ്ലാൻഡിനെയാണ്. അതായത് ഇതിൻ്റെ 6th സെഗ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. 17 to 19 അല്ല, 70 to 19 അല്ല. ആക്സസറി മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് 70 to 19 കാണുന്നത് എർത്ത് വേമിലാണ്, അത് കോക്രോച്ചിലല്ല. ഓക്കെ, അതുകൊണ്ട് ബി അവിടെ മിസ്മാച്ചിങ് ഐറ്റമാണ്. സ്പെർമാറ്റിക്ക നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, 6th സെഗ്മെന്റിൽ വരുന്നുണ്ട്. ഓവറീസ് 2 to 6 സെഗ്മെന്റിൽ 2 ലാർജ് ഓവറീസ് ഉണ്ട്. മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ് 6 to 7 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇന്നർ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നർ ലൈനിങ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബിസ് ഫോംഡ് ബൈ എപ്പിത്തീലിയം. Inner lining of fallopian tubes formed by the epithelium. Option A squamous, option B ciliated, option C cuboidal, option D columnar, and option E columnar with microvilli. ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന ചാപ്റ്ററിലും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്നർ ലൈനിങ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് സീലിയേറ്റഡ് എപ്പിത്തീലിയാണ്. ബ്രോങ്കിയോൾസിലും ഫെലോപ്പിയൻ ട്യൂബിലും കാണുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. ആ സീലിയ ഒരു ഡയറക്ഷനിലേക്ക് ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റീരിയൽസ്, പാർട്ടിക്കിൾസ് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലൂടെ ആരാ മൂവ് ചെയ്യണത്? ഓവമാണ് മൂവ് ചെയ്യണത്. എന്തിനാണ് ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഓവം മൂവ് ചെയ്യണത്? അതിൻ്റെ ഇൻഫൻഡിബിളത്തിൽ നിന്നും അത് ആംബ്യൂളയിലേക്ക് എത്തണം. ആംബ്യൂളറി ജംഗ്ഷൻ, ആംബ്യൂള ഈസ് കൺസിഡേർഡ് ആസ് ദ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ആംബ്യൂള ഈസ് കൺസിഡേർഡ് ആസ് ദ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അതുകൊണ്ട് അത് ആംബ്യൂളറി ജംഗ്ഷനിൽ എത്തിച്ചേരണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ, സെൽസ് ഓഫ് വിച്ച് ടിഷ്യൂ ആർ എംബഡഡ് ഇൻ ലാക്യുനെ. സെൽസ് ഓഫ് വിച്ച് ടിഷ്യൂ ആർ എംബഡഡ് ഇൻ ലാക്യുനെ. ഈ ക്വസ്റ്റ്യൻ തികച്ചും നമ്മുടെ അനിമൽ ടിഷ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻസിൽ സ്ട്രയേറ്റഡ് മസിൽ ഉണ്ട്, ബോൺ ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്, കാർഡിയാക് മസിൽ ഉണ്ട്. മസിലിൻ്റെ 2 ഓപ്ഷൻ നമുക്ക് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണക്റ്റീവ് ടിഷ്യൂസിലാണ് വരുന്നത്. ഇത് നമ്മുടെ കൺഫ്യൂഷൻ ഓപ്ഷൻ ബി ബോണും അതുപോലെ തന്നെ ഓപ്ഷൻ സി ആയിട്ട് കാർട്ടിലേജും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ ബോത്ത് ബി ആൻഡ് സി ഉണ്ട്. നോക്കൂ, രണ്ടിലും സ്പേസിലാണ് കാണുന്നത് അല്ലേ, രണ്ടിലും സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്താണ് കോൺട്രോസൈറ്റ് കാണുന്നത്. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഡയഗ്രം ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ കോൺട്രോസൈറ്റ് കാണുന്നത് ഈ ഒരു ക്യാവിറ്റിക്കകത്താണ്. മൾട്ടി സെല്ലുലാറായിട്ട് അവർ ആ ഡയഗ്രത്തെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്യാവിറ്റിക്കകത്താണ് കോൺട്രോസൈറ്റ്. ദ സെൽ സെക്രീറ്റഡ് ഇറ്റ്സെൽഫ് എ ക്യാവിറ്റി. ആ ക്യാവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക്യുനെ. ആ ക്യാവിറ്റിക്കകത്താണ് കോൺട്രോസൈറ്റ് കാണുന്നത്. ഓസ്റ്റിയോസൈറ്റും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ 2 ഓപ്ഷൻ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്, ബോത്ത് ബി ആൻഡ് സി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ യൂണിസെല്ലുലാർ ഗ്ലാൻഡ്? വിച്ച് ഈസ് എ യൂണിസെല്ലുലാർ ഗ്ലാൻഡ്? നമ്മൾ നേരത്തെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം പഠിച്ചു. സം ഓഫ് ദ ക്യൂബോയിഡൽ ഇഫ് ദി ക്യൂബോയിഡൽ or columnar epithelial cells is able to secrete
At that time we call it is glandular epithelium. Based on the number of cells, unicellular glandular epithelium and also multicellular glandular epithelium. Unicellular glandular epithelium example aayirunnu goblet cells of alimentary canal. Goblet cells of alimentary canal. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കൂ NCERT-ൽ ഉണ്ടല്ലോ. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ഗോബ്ലെറ്റ് സെൽസ് ഓഫ് അലിമെന്ററി കനാൽ. പാൻക്രിയാസും സലൈവറി ഗ്ലാൻഡൊക്കെ എസ്പെഷ്യലി കോമ്പൗണ്ട് ഗ്ലാൻഡ് ആണ് എന്ന് മാത്രമല്ല അത് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ് ബൈ ഫാഗോസൈറ്റോസിസ് ഈസ് കാരിയഡ് ഔട്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ് by phagocytosis engulf the pathogen. Phagocytosisum പിനോസൈറ്റോസിസും ഉണ്ട് അല്ലേ. സെൽ ഈറ്റിങ്ങും സെൽ ഡ്രിങ്കിങ്ങും ഉണ്ട്. നിങ്ങൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ് ബൈ ഫാഗോസൈറ്റോസിസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ മാക്രോഫേജ്. Macrophage comes under the category of loose connective tissue, areolar tissue and adipose tissue. And areolar tissue consists of fibroblast, macrophage, then mast cells. Fibroblast, macrophage, then mast cells. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ. ഇനി അതേ കൺസെപ്റ്റ് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നത്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസസ് ആർ സ്റ്റോർഡ് ഇൻ. ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസിങ് അലർജിക് റിയാക്ഷനിൽ ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസിങ് ഇതേ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഒരുപാട് ചാപ്റ്ററിൽ ഹെൽത്ത് ആൻഡ് ഡിസീസിലൊക്കെ തന്നെ അലർജി എന്ന ടോപ്പിക്കിൽ, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസസ് ആർ സ്റ്റോർഡ് ഇൻ ഓപ്ഷൻ സി മാസ്റ്റ് സെൽസ്. മറ്റു ഓപ്ഷൻസ് നോക്കൂ, മാക്രോഫേജ്, ഫൈബ്രോബ്ലാസ്റ്റ്, ദെൻ മാസ്റ്റ് സെൽസ്, പ്ലാസ്മ സെൽസ്, അഡിപ്പോസൈറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ സി മാസ്റ്റ് സെൽസ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് മെറ്റബോളിസം ഓഫ് ഫാറ്റ് ഈസ് ഡൺ ബൈ. സിന്തസിസ്, സ്റ്റോറേജ് ആൻഡ് മെറ്റബോളിസം ഓഫ് ഫാറ്റ് ഈസ് ഡൺ ബൈ. ഓപ്ഷൻ എ വൈറ്റ് ടിഷ്യൂ, ഓപ്ഷൻ ബി അഡിപ്പോസ് ടിഷ്യൂ, ഓപ്ഷൻ സി ഏരിയോളാർ ടിഷ്യൂ, ഓപ്ഷൻ ഡി മാസ്റ്റ് സെൽസ് ആൻഡ് ഓപ്ഷൻ ഇ കൊളാജൻ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫാറ്റിൻ്റെ സ്റ്റോറേജിന് വേണ്ടി വരുന്നത് അഡിപ്പോസ് ടിഷ്യൂ ആണ്, അഡിപ്പോസൈറ്റ് ആണ് അല്ലേ. ഫാറ്റിനെ സ്റ്റോർ ചെയ്തിട്ട് ന്യൂക്ലിയസിനെ തള്ളി അത് പ്ലാസ്മ മെമ്പറിൻ്റെ തൊട്ട് താഴെയാക്കിയ കൺസെപ്റ്റ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. ഇനി ബോൺസ്, അടുത്ത ക്വസ്റ്റ്യൻ, ബോൺസ് at joints are connected. Bonds at joints are connected by ligaments. Tendon connect bone to muscles, whereas ligament connect bone to bone. Tendon connect bone to muscle, whereas ligament connect bone to bone. ഇനി ഒന്ന്, component cells of cartilage is. കമ്പോണൻറ്റ് സെൽസ് ഓഫ് കാർട്ടിലേജ് ഈസ്. കാർട്ടിലേജിൻ്റെ സെല്ലിനെ വിളിക്കുന്ന പേര് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യണ്ടായി, കോൺഡ്രോസൈറ്റ് ആണ്. ഇവിടെ ഓപ്ഷൻസിൽ അഡിപ്പോസൈറ്റ് ഉണ്ട്, ദെൻ ഓസ്റ്റിയോസൈറ്റ്സ് ഉണ്ട്, ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്, കോൺഡ്രോസൈറ്റ്സ് ഉണ്ട്, കൊയാനോസൈറ്റ്സ് ഉണ്ട്. കൊയാനോസൈറ്റ്സ് എല്ലാം കാണുന്നത് പോറിഫറയുടെ കേസിലല്ലേ. കോൺഡ്രോസൈറ്റ്സ് ആണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലാറ്ററൽ ഓപ്പണിങ്സ് ഇൻ ദി ഹാർട്ട് ഓഫ് കോക്രോച്ച് ഈസ് കോൾഡ്. ദി ലാറ്ററൽ ഓപ്പണിങ്സ്, കോക്രോച്ചിൻ്റെ ഇലോങ്ങേറ്റഡ് ഹാർട്ടിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഓപ്പണിങ്സിനെയാണ് ചോദിക്കുന്നത് ഓസ്റ്റിയ. ഫോർ ദ എൻട്രി ഓഫ് ബ്ലഡ് ഇൻ ടു ദി ചേംബർ അല്ലേ. ആ ചേംബറിനകത്തേക്ക് ബ്ലഡ് എൻട്രി ചെയ്യാനുള്ള ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേര് ഓസ്റ്റിയ എന്നാണ്. ദ ലാറ്ററൽ ഓപ്പണിങ്സ് ഇൻ ദി ഹാർട്ട് ഓഫ് കോക്രോച്ച് ഈസ് കോൾഡ് ഓസ്റ്റിയ. സ്പൈറക്കിൾസ് എന്താണെന്നും ഏനൽ സർസി എന്താണെന്നുള്ളതും ടിഫ്ലോസോളും ക്ലൈറ്റിലും എല്ലാം തന്നെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏനൽ സ്റ്റൈൽ ഇൻ കോക്രോച്ച് ഈസ് പ്രസന്റ് ഇൻ. ഏനൽ സ്റ്റൈൽ മെയിൽ കോക്രോച്ചിൽ ഏനൽ സ്റ്റൈൽ ഇൻ കോക്രോച്ച് ഈസ് പ്രസന്റ് ഇൻ ദി 9th segment. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നേരത്തെ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞൊരു മസിൽസിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എസ്പെഷ്യലി കാർഡിയാക് മസിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർകലേറ്റഡ് ഡിസ്ക്.
കാർഡിയാക് മസിൽസ് ബ്രാഞ്ചഡ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാർഡിയാക് മസിൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് പ്രസൻ്റ് ആണ്. ഇവിടെ ഓപ്ഷൻസിൽ കാർഡിയാക് മസിൽ ഫൈബേഴ്സ്, ദാറ്റ് ഈസ് കറക്റ്റ്. ദെൻ ഓസ്റ്റിയോസൈറ്റ്സ്, ഫൈബ്രോബ്ലാസ്റ്റ്, കോൺട്രോസൈറ്റ്സ്, സ്മൂത്ത് മസിൽസ്, ഇതെല്ലാം ഉണ്ട്. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കാർഡിയാക് മസിൽ ഫൈബേഴ്സ് ആണ്. ദെൻ ഇന്നർ വാൾ ഓഫ് ഇൻറ്റസ്റ്റൈൻ ഈസ് ലൈൻഡ് വിത്ത്, ഇൻറ്റസ്റ്റൈൻ ആണല്ലേ, ഇൻറ്റസ്റ്റൈൻ ആകുമ്പോൾ സ്കോമസ് ആൽവിയോളൈ എയർ സാക്സ് ഓഫ് ലങ്സിലും ബ്ലഡ് വെസൽസിലും, ക്യൂബോയിഡിൽ കിഡ്നിയിലാണ്. ദെൻ കോളുംനാർ ആണ് ഇൻറ്റസ്റ്റൈൻ. ഇന്നർ വാൾ ഓഫ് ഇൻറ്റസ്റ്റൈൻ ഈസ് ലൈൻഡ് വിത്ത് കോളുംനാർ. ഇന്നർ വാൾ ഓഫ് intestine is lined with columnar with microvilli, that is for increases the surface area for absorption. Then inner wall of, next question, inner wall of respiratory tract alveoli ne pattiyalla, inner wall of respiratory tract is lined with, inner wall of respiratory tract is lined with ബ്രോങ്കിയോൾസിനെ പറ്റിയൊക്കെയാണ് ആ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. അത് സീലിയേറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ ഫെലോപ്പിയൻ ട്യൂബിലും ബ്രോങ്കിയോൾസിലും ട്രക്കിയിൽ നിന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ് പ്രസൻ്റ് ആയത്. ദെൻ മസിൽ ഫൈബേഴ്സ് ഓഫ് ഹാർട്ട് ആർ, ഹാർട്ടിൻ്റെ മസിൽ ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കാർഡിയാക് മസിൽ ഫൈബേഴ്സ് അല്ലേ, അത് അതിൻ്റെ പ്രത്യേകത സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡ് ആണ്, ദെൻ ബ്രാഞ്ചഡ് ആണ്, കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷനായിട്ട് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ഉണ്ട്. ഓക്കെ, ദെൻ അത് ഹാർട്ടിലാണ് കാണുന്നത്, അത് സ്ട്രയേറ്റഡ് ആണ്, അതുപോലെ തന്നെ അത് ഇൻവോളണ്ടറി ആക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആ അർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ മസിൽ ഫൈബേഴ്സ് ഓഫ് ഹാർട്ട് ആർ involuntary and also it is striated. Adutha question, select the true statements. Fallopian tube is lined with brush bordered epithelium, alla ciliated epithelium. PCT proximal convoluted tubule, PCT is lined with brush bordered cuboidal epithelium. കറക്റ്റ് ആണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനിൽ നമ്മളിത് പറയുകയുണ്ടായി. ഇൻറ്റസ്റ്റൈൻ ഈസ് ലൈൻഡ് വിത്ത് സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം ആണ്. മൈക്രോവില്ലൈ കോസസ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓവർ ദ സർഫസ്, അത് അബ്സോർപ്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. സെൽസ് വിത്ത് മൈക്രോവില്ലൈ ആർ പ്രസൻറ്റ് ഇൻ ട്രക്കിയ ആൻഡ് ബ്രോങ്കൈ. നോ, സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ടേക്ക് ദ ഓഡ് ഫീച്ചർ ഫോർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മസിൽ സെൽ. Take the odd feature for a particular type of muscle fiber. Cylindrical, multinucleated, cross bridges, voluntary inaction, striated. Odd feature for a particular type of muscle cell is cross bridges. The segments play highest role in locomotion in cockroach. കോക്രോച്ചിൻ്റെ ലോക്കോമോഷന്, കോക്രോച്ചിൻ്റെ മൂവ്മെൻറ്റിന്, ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്കുള്ള കോക്രോച്ചിൻ്റെ മൂവ്മെൻറ്റിന്, അതിൻ്റെ ലോക്കോമോഷന് സഹായിക്കുന്ന പാർട്ട് ഏതാണ്? തൊറാക്സ് അല്ലേ? നമ്മൾ തൊറാക്സിൻ്റെ 3 ഭാഗം പഠിച്ചല്ലോ, പ്രോതൊറാക്സ്, മീസോതൊറാക്സ്, മെറ്റാതൊറാക്സ്. ഫ്രം ഈച്ച് thoracic segment a pair of walking legs are arise. മീസോതൊറാക്സിനും മെറ്റാതൊറാക്സിനും വിങ്സ് ഉണ്ടാകുന്നുണ്ട്. മീസോതൊറാക്സിന് ഉണ്ടാകുന്ന വിങ്സിൻ്റെ പ്രത്യേകത 4 വിങ്സ് ആണ്. അത് മീസോതൊറാക്സ് വിങ്സ് ആണ്, ഡാർക്കാണ്, ഒപ്പേക്കാണ്, ലെതറിയാണ്, കാണ്ട് യൂസ്ഡ് ഫോർ ഫ്ലൈറ്റ്. അപ്പോൾ പിന്നെ മെറ്റാതൊറാക്സിനല്ലേ ചാൻസ് വരാം, കാരണം മെറ്റാതൊറാക്സിന് ഉണ്ടാകുന്ന വിങ്സിനല്ലേ ഫ്ലൈങ് എബിലിറ്റി കാണിക്കുന്നത്. Therefore the answer is option C. പ്രോതൊറാസിക്, മീസോതൊറാസിക്, മെറ്റാതൊറാസിക്, ഫസ്റ്റ് അബ്ഡോമിനൽ, ABC, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. സി ഓപ്ഷനാണ് അവിടെ കുറച്ചും കൂടി കറക്റ്റായിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റുക, മെറ്റാതൊറാസിക്. സെലക്ട് ദ ഓഡ് വൺ. അഡിപ്പോസ് ടിഷ്യൂ, ഏരിയോളാർ ടിഷ്യൂ, ടെൻഡൻ, ബോൺ, ലിഗമെന്റ്. ഒന്നുകൂടി നോക്കൂ നിങ്ങൾ. അഡിപ്പോസ് ടിഷ്യൂ, ഏരിയോളാർ ടിഷ്യൂ, ടെൻഡൻ, ബോൺ, ലിഗമെന്റ്. ഇത് എല്ലാം കണക്റ്റഡ് ടിഷ്യൂ ആണ് എങ്കിലും നമുക്ക് 2 കാറ്റഗറിയിലൂടെ ഈ ഭാഗത്തെ വേർതിരിക്കേണ്ടതായിട്ട് വരും. ഒന്നാമത്തേത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിലും
ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിലും വരുന്ന ആളുകൾ. ഇനി ഒന്ന് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ആ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കാറ്റഗറിയിലേക്ക് നമുക്ക് പറയാൻ പറ്റിയ ആൾ ബോണാണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നത്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് ഡി ഓപ്ഷനെയാണ് പരിഗണിക്കേണ്ടത്. വീണ്ടും മസിലിൻ്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്മൂത്ത് മസിൽ ഫൈബർ ഈസ്, രണ്ടാമത്തേത് സ്മൂത്ത് മസിൽ ഫൈബർ ലൊക്കേഷൻ ഇന്റേണൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നു. ദെൻ അത് സ്പിൻഡിൽ ഷേപ്പ്ഡാണ് അല്ലെ, ഫ്യൂസിഫോമാണ്, ടാപ്പറിംഗ് അറ്റ് ബോത്ത് എൻഡ്സ്, അത് ഇൻവോളണ്ടറി ആക്ഷൻ കൈകാര്യം ചെയ്യുന്നു, അൺബ്രാഞ്ചഡ് ആണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, അതിൻ്റെ ലൊക്കേഷൻ ഇന്റേണൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അത് ഫ്യൂസിഫോമാണ്, ടാപ്പറിംഗ് അറ്റ് ബോത്ത് എൻഡ്സ്, ദെൻ അത് ഇൻവോളണ്ടറി ആക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അത് അൺബ്രാഞ്ചഡ് ആണ്. സോ ഓപ്ഷൻ എ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണ്, അൺബ്രാഞ്ചഡ് ആണ്, അൺസ്ട്രേറ്റഡ് ആണ്, യൂണിന്യൂക്ലിയേറ്റ് ആണ്, ഇൻവോളണ്ടറി ആണ്. ദാറ്റ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓർഗൻ വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരാത്ത ഭാഗം ഏതാണ്? ടിറ്റിലേറ്റർ, ഫെലോമിയർ, ഇജാക്കുലേറ്ററി ഡക്റ്റ്, സ്പെർമാത്തീക്ക, സ്യൂഡോപെനിസ്. ഒന്നുകൂടി, സെലക്ട് ദ ഓർഗൻ which is not a part of male reproductive system of cockroach. Titillator, phyllomeer, ejaculatory duct, spermatheca, pseudopenis. നോക്കൂ, ടിറ്റിലേറ്ററും സ്യൂഡോപെനിസും മെയിലിൻ്റെ കോപ്പുലേറ്ററി ഓർഗനാണ്. ഫെലോമിയർ റൈറ്റ് ലെഫ്റ്റ് വെൻട്രൽ എന്ന് പറയുന്ന എക്സ്റ്റേണൽ ജെനിറ്റേലിയയുടെ കാറ്റഗറി ഉണ്ട്. ഇജാക്കുലേറ്ററി ഡക്റ്റ് രണ്ട് വാസ് ഡിഫറൻസും കൂടി കൂടിയിട്ടുണ്ടാകുന്ന കൺസെപ്റ്റായിട്ട് നമ്മൾ പറയുന്നു. ദെർഫോർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്പെർമാത്തിക്ക ഫീമെയിലാണ് കാണുന്നത്, റൈറ്റും ലെഫ്റ്റും ഓക്കെ ബ്രാഞ്ചഡ് ആയിട്ട് കാണുന്നത് ഫീമെയിലാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, the phagocytic cells in loose connective tissue are, the phagocytic cells in loose connective tissue are option A fibroblast, mast cells, adipocyte, macrophage, collagen. The phagocytic cells നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിലെ ഫാഗോസൈറ്റിക് സെൽസ് മാക്രോഫേജ് ആണ്, ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നു. Ligament is an example for ligament bone to bone, tendon അല്ലേ bone to muscle, ligament bone to bone ആണ്. അത് കണക്റ്റീവ് ടിഷ്യൂസിലാണ്. കണക്റ്റീവ് ടിഷ്യൂസിൽ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിലാണ്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിൽ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾ ആണ് ടെൻഡനും ലിഗമെന്റും. സോ ദാറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. What is predominant in the chemical composition of bone? What is predominant in the chemical composition of bone? ബോണിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിൽ മെയിനായിട്ടും വരുന്നത് താഴ്ന്ന ക്ലാസ് മുതലേ നിങ്ങൾ പഠിക്കുന്നതാണ്, കാൽഷ്യവും ഫോസ്ഫേറ്റും ആണ്. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ തിയറിയിൽ പറഞ്ഞ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നോക്കൂ, leaking of substance are prevented by tight junction, othering junction, gap junction. Tight junction help it to stop leakage of substances. Then othering junction, cementing system to keep neighboring cells together. Then gap junction, rapid transfer of small molecules, big molecules and ions. Therefore option A is correct, tight junction. Which type of tissue is present in moist and friction tolerating surfaces? Which type of tissue is present in moist and friction tolerating surfaces? Definitely പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ് സ്യൂട്ട് ആവുന്നത്. കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ടേക്ക് ദ ഓഡ് വൺ ഔട്ട്. Areolar connective tissue, adipose connective tissue, tendon, neural tissue, ligament. Take the odd one out. Areolar connective tissues ആണ്, അഡിപ്പോസും കണക്റ്റീവ് ടിഷ്യൂ ആണ്. അത് രണ്ടും ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണെങ്കിൽ
ടെൻഡനും ലിഗമെൻറ്റും ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. പിന്നെ ഇവിടെ ഈ കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്ത ഒരാളായിട്ടുള്ളത് ന്യൂറൽ ടിഷ്യൂ ആണ്. അതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തിയററ്റിക്കൽ പാർട്ടും അതുപോലെ തന്നെ ഡിസ്കഷനും ക്ലിയർ ചെയ്തിരിക്കുകയാണ്. കൃത്യമായിട്ട് NCERT വായിക്കുക, ഡയഗ്രാം നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരു ഏരിയയാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നപോലെ തന്നെ ആദ്യം അനിമൽ ടിഷ്യൂസ് വളരെ വേഗത്തിൽ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ രണ്ടാമത്തെ സെഷനായ കോക്രോച്ചിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഡിസ്കഷൻ പോയിന്റ് നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ എക്സാമിനേഷൻ, നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. നന്നായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ സെഗ്മെൻറ്റിൽ